ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു സവാള ബജി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള നമ്മൾ അരിയുമ്പോൾ ഏറ്റവും കുഞ്ഞായിട്ട് അരിയുന്നത്, മീൻസ് നീളം കുറച്ച് കട്ടി കുറച്ച് അരിയുന്നതാണ് എപ്പോഴും നമുക്ക് സവാള ബജിക്ക് ടേസ്റ്റ് കൂടാൻ ബെറ്റർ. ഇത് അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത് വെച്ചതിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിരിക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്നെ വെച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ളതിനെക്കാട്ട് ടേസ്റ്റ് കൂടുതൽ കട്ടി കുറഞ്ഞ് നമ്മൾ അരിഞ്ഞ് ഉണ്ടാക്കുമ്പോഴാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇതുണ്ടാക്കുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ഇടണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. ഇവിടെ വലിയ എരിവ് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി എന്ന കളർ മാത്രമേ ഉള്ളൂ, എരിവൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ മിക്സിംഗ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരിടത്തും പറ്റാത്ത, മീൻസ് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണേ. ഇതിപ്പം ചിലത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ഏറ്റവും തിന്നായിട്ടുള്ള വേണം നമ്മൾ അരിയാൻ വേണ്ടിയിട്ട്. കണ്ണിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അപ്പയെ കൊണ്ട് അരിയിച്ചതും ഓക്കെ. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ട നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിലേക്കാണ് ഞാൻ യൂഷ്വലി എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇതിലേക്കാണ് ഞാൻ കടലമാവ് പൊട്ടിച്ചിടുന്നത്. ഞാൻ ഇതിലേക്ക് കടലമാവ് പൊട്ടിച്ചിട്ടു. എന്നിട്ട് ഈ എന്താ പറയുക, ഉള്ളിയുടെ നീരും മറ്റേ ഉപ്പിൻ്റെ ഇതെല്ലാം കൂടി പിടിച്ചതിനെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും ഞാൻ. ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കണ്ടോ, എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കും. ഓക്കെ, ഇച്ചിരി വെള്ളം, ഒരു 2-3 സ്പൂൺ പോലെ വെള്ളം ഇങ്ങനെ തളിച്ച് എടുത്തിട്ട് അതിങ്ങനെ കുഴച്ചെടുക്കാം. ഇതിലെ ഏറ്റവും പ്രധാനം ഈ മിക്സിംഗ് ആണ്. ഇച്ചിരിയും കൂടി വെള്ളം ആവാം, ഭയങ്കര തിക്കായിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഉണ്ട പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ നടുക്കിങ്ങനെ ഒരു ഓട്ട ഇടാം. അങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ട പിടിച്ച് ഇങ്ങനെ ആക്കി 2 കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ. ഒരു കയ്യിൽ ഫോൺ പിടിക്കണമുണ്ട് ഇങ്ങനെ. എന്നിട്ടിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഒരു ഇതുവരെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കണ്ട. ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അത് വറക്കണം. ഓക്കെ, ഇതാണ് എൻ്റെ രീതി കേട്ടോ. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യണമെന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. ഇതെൻ്റെ ഒരു ഇങ്ങനെ എന്താ എപ്പോഴോ ചെയ്തപ്പോൾ ശരിയായപ്പോൾ ഞാൻ പിന്നെ അത് തന്നെ പിടിച്ചു. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മാവിങ്ങനെ കലക്കിയിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് നമ്മളിങ്ങനെ വറക്കണ പോലെ ആയിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു ദിവസം എന്തോ ഒരു അബദ്ധം പറ്റി ഇങ്ങനെ ചെയ്ത സമയത്താണ് ഇത് അടിപൊളിയാണല്ലോ എന്ന് തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇതാകുമ്പോൾ ഗൈസ്, നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ച ശേഷം, അരിഞ്ഞല്ല നമ്മളെല്ലാം മാവും കൂടി ഉണ്ട പിടിച്ച ശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ചു. അതിൽ ഇത് വെള്ളം വറ്റാൻ വേണ്ടി വെച്ച ശേഷം നമ്മൾ ഓയിലെടുക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ഓയിലേ ഉള്ളൂ. അപ്പോൾ പപ്പ ഓയിൽ മേടിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ബാക്കി മുട്ട ബജിയും അതേപോലെ മുളക് ബജിയൊക്കെ വറുക്കണമെങ്കിൽ നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഇതിലല്ലേ നമുക്ക്
കരിവേപ്പിലയും കായം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കരിവേപ്പില ഇല്ല. കായം എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് കായം പറ്റാത്തതുകൊണ്ട് നമ്മൾ കായവും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കായം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നല്ലതായിരിക്കും. ഒരു നുള്ളു കായം മതി കേട്ടോ. അപ്പയ്ക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കായം ഇടാഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മുടെ സംഭവം നമ്മൾ ഉണ്ടയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഉള്ളി ബജി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ഇതിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആരൊക്കെ കഴിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. പിള്ളേർ കഴിക്കുമോ, ഞാൻ കഴിക്കുമോ, ആര് കഴിക്കുമെന്ന് ഒരു പിടിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു രീതിയിൽ. എന്തോ വയ്യേ ഇങ്ങനെ പണ്ടൊക്കെ എനിക്ക് എണ്ണ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എല്ലാ റീൽസിലൊക്കെ കാണുന്നത് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നും ശരിയായിരിക്കുമെന്ന്. കല്യാണം കഴിയണ വരെ നമ്മൾ എണ്ണയിലും ഒക്കെ ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ എണ്ണയിലോ മണ്ണെണ്ണയിലോ എന്തിൽ വേണമെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷേ അത്രയൊന്നും കുക്കിംഗ് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെയും പറയാം, ഇങ്ങനത്തെ വലിയ ആർക്കും ഉപകാരമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അല്ലാത്ത നുറുക്കുന്ന ബുദ്ധികളും ഒന്നും അറിയത്തില്ല. പയ്യെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഓരോന്ന് പഠിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിവടയുടെ പ്രിപ്പറേഷൻ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ബാക്കി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണു. ഇങ്ങനെ ആ ഷൂവിനെ പറഞ്ഞാൽ മതി. ടേസ്റ്റി. No.